ഡൽഹി ജുമാ മസ്ജിദിലെ നോമ്പുകാലം ഇസ്ലാം മതവിശ്വാസികളുടെ മാത്രം ഒത്തുചേരലിന്റെ ഇടമല്ല. മതഭേദമില്ലാതെ ഭക്ഷണവുമായി എത്തിയ ആയിരങ്ങൾ സ്നേഹം പങ്കുവയ്ക്കുന്നിടമാണ് ഡൽഹി ജുമാ മസ്ജിദിലെ നോമ്പുതുറ. റംസാൻ ദിനങ്ങളിൽ പുരാന ദില്ലി ഉറങ്ങാറേയില്ല. സ്നേഹത്തിൽ പൊതിഞ്ഞ ഭക്ഷണങ്ങളുടെ സ്വാദാസ്വദിക്കാൻ ആയിരങ്ങളാണ് ഈ തെരുവുകളിലേക്ക് ഒഴുകിയെത്തുക. നൂറുകണക്കിന് വർഷമായി ഡൽഹി ജുമാ മസ്ജിദിലെ നോമ്പുകാലം ഇങ്ങനെയാണ്. അസർ നമസ്കാരം കഴിയുമ്പോൾ ആളുകൾ ഡൽഹി തെരുവുകളിൽ നിന്ന് വാങ്ങുന്നതും വീടുകളിൽ തയ്യാറാക്കിയതുമായ സ്വാദൂറും ഭക്ഷണപ്പൊതികളുമായി ജുമാ മസ്ജിദിലേക്ക് കൂട്ടമായെത്തും. പിന്നെ പ്രാർത്ഥനയോടെയുള്ള കാത്തിരിപ്പ്. മഅരിബ് ബാങ്ക് വിളിക്കുന്നതോടെ ആ ഭക്ഷണപ്പൊതികൾ പരസ്പരം സ്നേഹത്തോടെ പങ്കുവയ്ക്കും. പ്രാർത്ഥനയ്ക്കു ശേഷം പിന്നെ ജുമാ മസ്ജിദിന്റെ പരിസരത്തെ തെരുവുകളിലാണ് തിരക്ക്. മുഗൾ വംശത്തിലെ പാരമ്പര്യ പാചകക്കാരുടെ പിൻഗാമികളുടെ ഒരു നീണ്ട നിര തന്നെ കാണാം നമുക്ക് ഈ തെരുവുകളിൽ. നാവിൽ വെള്ളമൂറുന്ന വിഭവങ്ങളുമായി ജുമാ മസ്ജിദിനും മാട്ടിയ മഹലിനും സമീപമുള്ള തെരുവുകൾ ആൾക്കൂട്ട സാഗരമാകും. റമദാൻ രാവുകളിൽ ഇവിടെ എത്തുന്ന അതിഥികളെ സ്വീകരിക്കുന്നത് മുഹബത്ത് കാ സർബത്താണ്. പാലും തണ്ണിമത്തനും തേനും ചേർത്ത് തയ്യാറാക്കുന്ന സർബത്ത് ഡൽഹിക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട പാനീയമാണ്. തെരുവിൽ തയ്യാറാക്കുന്ന ഫ്രൂട്ട് ഐസ്ക്രീമിന്റെ സ്വാദ് മറ്റെവിടെയും ആസ്വദിക്കാൻ കഴിയില്ല. മലയാളികൾ അടക്കമുള്ളവർക്ക് ഈ ഐസ്ക്രീം നിർമ്മാണം തന്നെ ഒരു കൗതുക കാഴ്ചയായിരിക്കും. ഒറ്റ നോട്ടത്തിൽ റൊട്ടിയാണോ ദോശയാണോ അല്ല കുബൂസാണോ എന്ന് സംശയമുണ്ടാകുമെങ്കിലും പേർഷ്യൻ വിഭവമായ ഷീർമാൾ രുചിയിൽ ഇതിനെയെല്ലാം മറികടക്കും. കബാബുകളുടെ ഒരു നീണ്ട നിര തന്നെ ഡൽഹി തെരുവുകളിൽ കാണാം. ഈ തെരുവിലെ ഓരോ കടയ്ക്കും ഓരോ പ്രത്യേകതയുണ്ട്. ജുമാ മസ്ജിദിലെ തെരുവ് ഫുഡ് ആസ്വദിക്കാൻ മലയാളികളടക്കം നിരവധി പേരാണ് എത്തുന്നത്. ഇവിടെ ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ഇവിടുത്തെ ഫുഡിന്, അടിപൊളി. മീന ബസാറിൽ മലയാളത്തിൽ പേരെഴുതി വെച്ച ഹോട്ടൽ 1940 മുതൽ മട്ടൻ വിഭവങ്ങൾ വിളമ്പുന്നതിലാണ് ശ്രദ്ധ നൽകുന്നത്. റമദാൻ രാവുകളിൽ ഈ തെരുവുകളിലെ രുചി ആസ്വദിക്കാൻ എത്തുന്നവരിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഇല്ല. ജുമാ മസ്ജിദ് അങ്കണത്തിലും കടകളിലും ഇരുന്ന് മനുഷ്യരെല്ലാം ഒന്നാണെന്ന് സന്ദേശം നൽകി പ്രാർത്ഥനയിലും പങ്കിടലിലും ഒന്നിച്ചു നീങ്ങുകയാണ് ഇവർ. ക്യാമറമാൻ അമൽ വടകരയ്ക്കൊപ്പം ശരത് ലാൽ, ന്യൂസ് മലയാളം, ഡൽഹി.